ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നും ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ്. ഒരുപാട് പേർക്ക് വേണ്ടത് ഈവനിങ് സ്നാക്സാണ് കേട്ടോ. അപ്പോൾ അതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ചോദിക്കല്. അപ്പോൾ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്ന സ്നാക്സിൻ്റെ റെസിപ്പി ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഈസി ആയിട്ട് ബ്രെഡ് കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കൈകൊണ്ട് ഇങ്ങനെ പിച്ച് ചീന്തിയിട്ട് കൊടുക്കുക കേട്ടോ. നമുക്കിത് കുഴച്ചെടുക്കാനുള്ളതാണ്, പൊടിച്ചെടുക്കാനുള്ളതല്ല. കൈകൊണ്ട് തന്നെ ഇങ്ങനെ കുഴച്ച് മിക്സാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം ആ ബ്രെഡൊന്ന് നമുക്ക് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ ആക്കിയിടുന്നത് കേട്ടോ. ഇനി ബ്രെഡിൻ്റെ അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടാം. അപ്പോൾ ഞാൻ എടുക്കണ ഇതിൻ്റെ ഇരട്ടി വേണമെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതാ പച്ചവെള്ളം എടുത്തിട്ട് ഈ ബ്രെഡിൻ്റെ മേലേക്ക് ഒന്ന് തളിച്ച് കൊടുക്കുകയാണ്. ആ ബ്രെഡൊന്ന് സോഫ്റ്റായി വരാനാട്ടോ. എല്ലാം ഒന്ന് നനഞ്ഞ് കിട്ടിയാൽ മതി, പക്ഷേ കുതിർന്ന് അങ്ങോട്ട് പോവരുത്. നനയ്ക്ക് മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഒഴിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ എത്രമാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, എങ്ങനെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന്. പിന്നെ അതാ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായി നല്ല പൊടിയായിട്ടൊന്നല്ല അരിഞ്ഞിക്കണത്, എന്നാലും നേരിയ സ്ലൈസ് ആക്കിയിട്ട് സവാള ഒന്ന് 2 കഷ്ണമാക്കിയതിൻ്റെ ശേഷം അങ്ങനെ മുറിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക്, അത് നമ്മൾ എരിവിൻ്റെ അനുസരിച്ചിട്ട് ഇഷ്ടത്തിന് ഇടാം കേട്ടോ. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞൊരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമ്മളെ കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ കൈ ചുട്ടുപൊകച്ചിലൊക്കെ ഉള്ളവർ സ്പൂണായിട്ട് മിക്സ് ആക്കിയാലും മതി. പിന്നെ അതിലേക്ക് ഒരു 2 തണ്ട് മല്ലിൻ്റെ ഇലയും കൂടി ഇടുന്നുണ്ട്. നമുക്ക് കറിവേപ്പിൻ്റെ ഇല വേണമെന്നുണ്ടെങ്കിൽ ഇടാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് കേട്ടോ. അപ്പോൾ കറിവേപ്പിൻ്റെ ഇല കയ്യിലുള്ളവർ എന്തായാലും ഒരു 2 തണ്ട് കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ട് ഇതേമാതിരി ചെറുതാക്കി നുറുക്കിയിട്ട് ഒന്ന് ഇട്ടെടുത്തോണ്ട് കേട്ടോ. നമ്മൾ ആരോഗ്യത്തിനും നല്ലതാണ്, ടേസ്റ്റും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കൈ കൊണ്ട് തന്നെ, എനിക്ക് പിന്നെ സ്പൂണായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു ആത്മസംതൃപ്തി കിട്ടൂല കേട്ടോ. എനിക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. അപ്പോൾ ഞാനിത് നല്ലോണം കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ ഞാൻ 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും ഒരു 1/2 ടീസ്പൂണ് ചാട്ട് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കേട്ടോ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടാ. ചാട്ട് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ്. അതില്ലാന്നുണ്ടെങ്കിൽ ഒരു അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാട്ട് മസാല ഇട്ട് കൊടുക്കുക. അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാവണവരുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് ചാട്ട് മസാല വാങ്ങാൻ കിട്ടും കേട്ടോ, വലിയ വില ഒന്നുമില്ല. അപ്പോൾ അതും ഞാൻ കൈകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളവിടെ ബ്രെഡ് വെച്ചിരുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് സോഫ്റ്റായി കിട്ടിയിരിക്കണ് ബ്രെഡ്. എന്നാലും ഇട്ട് നല്ലോണം കുതിർന്ന് പോയിട്ടുമില്ല. കുറച്ച് വെള്ളമല്ലേ നമ്മൾ ഒഴിച്ചെടുത്തിട്ടുള്ളൂ, തോനൊന്നും ഒഴിച്ചെടുത്തിട്ടില്ലല്ലോ. അതായത് കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ചെടുക്കാൻ കഴിയണ ഒരു പാകത്തിലാണ് ഇട്ട് ആക്കിയിരിക്കുന്നത്. ഇത് നല്ലോണം നമ്മളൊരു മാവ് മാതിരി സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കടലമാവ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ കടലമാവ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. നല്ല ടേസ്റ്റായിട്ടുള്ള പലഹാരം തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം കുഴച്ചിട്ട് ഒരു മാവിൻ്റെ പരുവത്തിൽ ആക്കിയെടുക്കണം കേട്ടോ. ബ്രെഡ് ഇങ്ങനെ അവിടെ ഇങ്ങനെ കിടക്കാൻ പാടില്ല, ചെറിയ കഷ്ണമായിട്ട് നല്ലോണം ഇങ്ങോട്ട് കുഴഞ്ഞ് കിട്ടണം. വെള്ളമൊന്നും തളിച്ചെടുക്കരുത് കേട്ടോ, വെള്ളമൊന്നും തളിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഒരു 2-3 പീസ് ചിക്കൻ ഉണ്ടായിരുന്നു, പൊരിച്ച ചിക്കൻ കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെറുതാക്കിയിട്ട് പിച്ചി കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സിൻ്റെ ജാറിൽ ഇട്ടിട്ടൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളെ കയ്യേറ്റനെ ഒന്നിങ്ങനെ പൊടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ ഇങ്ങനെ ചിക്കൻ്റെ പീസ് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് പിന്നെ ഇത് നല്ലോണം പിന്നെ കുഴച്ചെടുത്തതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കട്ടെ. അപ്പോൾ ഞാൻ ചെറിയൊരു സിലിണ്ടർ ഷേപ്പില്ലേ അങ്ങനെ ഇട്ടാക്കി എടുക്കുന്നത്. അത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ബോളാക്കിയിട്ടോ
കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോ എങ്ങനെ കുക്കി കട്ടർ വെച്ചിട്ട് അതിലേതെങ്കിലും ഷേപ്പിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്കിയെടുക്കട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിഷ്ടമാണ്, ഏത് ഷേപ്പിലാണ് ആക്കിയെടുക്കേണ്ടത് എന്നിട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാതും ഇതേപോലെ ആക്കിയെടുക്കുന്നുണ്ട്. ഒരു 5 ആൾക്ക് ഒരു 4 വെച്ചിട്ടൊക്കെ കഴിക്കാനുള്ളത് എന്തായാലും ഇതിൽ കിട്ടും കേട്ടോ. പക്ഷേ ഇത് 4 വെച്ചും 5 വെച്ചും കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് മതി വരില്ല. അത്ര നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമുക്കിത് കിട്ടൽ. നമ്മളിതിങ്ങനെ ഉരുട്ടി കൊടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ നമുക്ക് കോരിയെടുക്കട്ടോ. നമുക്കിതിന് മേലെ ബ്രെഡ് ക്രംസ് ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതന്നെ ഇങ്ങനെ തന്നെ ഇട്ടുകൊണ്ട് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ എന്താ നല്ല ചൂടായ ഓയിലിക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലോണം ഓയിൽ ചൂടാക്കിയതിന് ശേഷം ഒന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ അങ്ങനെ വെച്ചിട്ടാണ്ട് നമ്മൾ ഇത് പൊരിച്ചെടുത്താൽ മതി. എണ്ണ കുടിക്കുന്നുള്ള പേടിയൊന്നുമില്ല കേട്ടോ. നമ്മൾ അതിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന എണ്ണ അതേപോലെ തന്നെ നമ്മൾ പൊരിച്ച് കഴിഞ്ഞാലും അതിലുണ്ടാവും. പിന്നെ അത് അധികം വേവിക്കാനൊന്നുമില്ലല്ലോ, ബ്രെഡല്ല സാധനം, പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാതും ഇതേമാതിരി പൊരിച്ചെടുക്കണം. നമുക്ക് ഏറി കഴിഞ്ഞാലൊരു 5-6 മിനിറ്റ് മതി ഇത് ശരിക്കും ഉണ്ടാക്കിയെടുക്കാൻ. ഈ ഉള്ളിയും ഇതൊക്കെ അരിഞ്ഞെടുക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ നമുക്കിത് സത്യം പറഞ്ഞാൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. ബാക്കിയൊക്കെ ഇത് കുഴച്ചെടുക്കാനും ബ്രെഡായാലും പൊതിർന്ന് കിട്ടാനൊക്കെ വളരെ എളുപ്പമല്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടി കേട്ടോ എൻ്റെ കൂട്ടുകാർ. നമുക്കിപ്പോൾ ഒരുപാട് പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട്. എല്ലാവരോടും ഒരുപാട് ഹൃദയം നിറഞ്ഞ താങ്ക്സ് കേട്ടോ. പിന്നെ എല്ലാവരും വീഡിയോ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുത്താൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇതാ നമ്മളെ സ്നാക്സൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൽ അധികം ഇങ്ങോട്ട് എന്താ പറയുക കരിയിപ്പിച്ചെടുക്കണ്ട, നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ തന്നെ ഇങ്ങോട്ട് കോരിയെടുത്താൽ മതി കേട്ടോ. എണ്ണ കുടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട, എണ്ണ കുടിക്കൊന്നുമില്ല. നമ്മൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കട്ടെ. ബ്രെഡല്ലേ, എണ്ണ കുടിക്കുക അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് തന്നെ സ്നാക്സ് റെഡിയായി കിട്ടിയിരിക്കണം കേട്ടോ. അത് കാണാനും നല്ല ഭംഗിയാണ്. ആ ചില്ലി ഫ്ലേക്സും ക്യാരറ്റിൻ്റെതും ഇതൊക്കെ ഇങ്ങനെ ഇടയിൽ കിടക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അത് കാണാനും നല്ല രസമാണ്. നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും കാണാനും ഒരു ഭംഗി ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. നമ്മളുണ്ടാക്കിയ സാധനം ഇങ്ങനെ നല്ല ഭംഗിയിൽ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് കേട്ടോ. പക്ഷേ ചില സാധനങ്ങൾ നമ്മളുണ്ടാക്കുമ്പോൾ കൊളായി പോവാറുണ്ട് മനുഷ്യന്മാരല്ലേ. ഇന്ത്യക്കൊന്നും കുറേ സാധനങ്ങൾ ഫ്ലോപ്പായി പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ ഫ്ലോപ്പായിട്ട് പോണ സാധനങ്ങളൊന്നും നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കൂല എന്ന് മാത്രം. അത് പിന്നെ നമ്മൾ തന്നെ കഴിച്ച് തീർക്കുള്ളൂ. ഏതൊരാളാണെന്നുണ്ടെങ്കിൽ എല്ലാ സാധനവും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാനൊന്നും കഴിയൂല. എല്ലാവർക്കും എന്തെങ്കിലും അബദ്ധമൊക്കെ പറ്റാത്ത മനുഷ്യന്മാരല്ലേ. അപ്പോൾ എന്തായാലും അബദ്ധം പറ്റും, എനിക്കും പറ്റാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് സാധനം ഉണ്ടാക്കി നോക്കുമ്പോൾ ചില സാധനങ്ങളൊന്നും നന്നാവില്ല, ചില സാധനങ്ങൾ നന്നാവില്ല. എന്നാലും നമ്മൾക്ക് വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് പരീക്ഷണം നിർത്താനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ ഇതൊരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ. അതെല്ലാവരും ഉണ്ടാക്കി വെക്കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. കാണാനും നല്ല ഭംഗിയില്ലേ. ഇവിടെ മക്കൾക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ട്. അത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ മയണൈസിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ മക്കൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഞാനിതാ വേറെ വീഡിയോ ആയിട്ട് നാളെ ഈസി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ട കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റാണ്, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ പാത്രം കാലിയാവണ വയ്യ അറിയില്ല കേട്ടോ. ഇതുപോലൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറ.